ഈ സോഷ്യൽ മീഡിയയില് പക്ഷെ രേണുസുതിയും ദാസേട്ടനും തമ്മിൽ അടിച്ച് പിരിഞ്ച് അതൊക്കെ വെറുതെ ട്രോളുകളല്ലേ, അത് നേരത്തെ പറഞ്ഞില്ലേ, ട്രോളുകളാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ, ഞാനും ശ്രീലക്ഷ്മി നല്ല സുഹൃത്തുക്കളാണ്, ഞാൻ രേണുസുതി നല്ല സുഹൃത്തുക്കളാണ് എല്ലാരും. ഇപ്പം ശ്രീലക്ഷ്മിയും രേണുസുതിയും ഒരു കോൾഡ് വാർ പോലെ നമ്മള് കാണാറുണ്ട്. അപ്പൊ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് നിൽക്കുമ്പോ അതൊരു എന്നെ സംബന്ധിച്ച് രണ്ടുപേരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പം ബാക്കി വിഷയങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, എന്താണെന്നും അവരോട് തന്നെ ചോദിക്കും. അപ്പം ചേട്ടനും രേണുസുതിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല? എന്ത് പ്രശ്നം, ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആൽബത്തിന്റെ കുറെ കട്ട് ഷോട്ടുകളൊക്കെ ഇപ്പം മന്ദാരച്ചേരി, പിന്നെ അതൊക്കെ വെറുതെ പറയാ. ശരിക്കും ഇങ്ങനെ ചേട്ടന്റെ റീലിലൂടെ അല്ലെങ്കിൽ സിനിമാറ്റിക് ചാന്ത് കുടഞ്ഞൊരു ആ സമയത്ത് വിവാദം എന്നൊക്കെ നമുക്ക് പറയാം. വിവാദമായൊരു അതിൽ നിന്ന് ഇന്നത്തെ രേണുസുധീനെ ചേട്ടൻ കാണുമ്പോഴേ ഒരു ഡിഫറൻസ്. ഇപ്പം അന്നത്തെ അതിന് വന്ന ആളും ഇപ്പൊ കാണുന്നത്. അതെ, ഞാൻ പറയല്ലോ, ഫെബ്രുവരി 19 ഞങ്ങളെ ചാന്ത് കുടഞ്ഞ റീൽ ഇറങ്ങിയത്. പറഞ്ഞല്ലോ, ഫെബ്രുവരി 19 ഇറങ്ങിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ബിഗ് ബോസ് കയറി രേണുസുധി. ബിഗ് ബോസിൽ രേണുസുധിക്ക് കയറാൻ സഹായകമായ പല ഘടകങ്ങളും അവളെ വളർച്ചയിലും അവളെ റീലുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി സിനിമാറ്റിക് ലെവലില് റീൽസിലേക്ക് ഞാൻ വിളിച്ചു, രേണു വന്നു. ഞാൻ ഒരിക്കലും രേണു വരുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. എന്റെ ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഗതി ചെയ്യുന്നുണ്ട് രേണു, താല്പര്യമുണ്ടോ? ആ ചേട്ടാ വരാം. വന്നു, പാട്ട് സെലക്ട് ചെയ്തു. ഈ പറഞ്ഞ പാട്ട് സെലക്ട് ചെയ്തിട്ടല്ല രേണുവിനെ വിളിക്കുന്നത്, അത് പ്രത്യേക പോയിന്റ് ആണ്. റീല് ചെയ്യാനാണ് രേണുവിനെ വിളിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എന്റെ കാറിൽ ഈ FM ഈ പാട്ട് കേട്ടു, ചാന്ത് കുടഞ്ഞൊരു. അങ്ങനെ വന്ന ഡിസ്കസ് ചെയ്തു, രേണു ഒക്കെ ഡിബിന്റെ പണം ക്യാമറമാനും ഡിസ്കസ് ചെയ്തു, അങ്ങനെ സെറ്റായ സാധനമാണ്. പിന്നെ പാട്ട് സെറ്റ് ആക്കിയിട്ടല്ല റീൽ ചെയ്യാൻ വിളിച്ചത്, റീല് ചെയ്യാൻ ഓക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്തത്. ഈ കുറച്ച് ഇന്റിമേറ്റ് സീനുകൾ വരുന്ന റീൽ ആയതുകൊണ്ട് തന്നെ അന്ന് സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലിലായിരുന്നല്ലോ ശരിക്കും. ഇപ്പോഴും സുധിയുടെ ഭാര്യ എന്നുള്ള ലേബൽ തന്നെയുള്ള രേണുസുധിക്ക്. ഇപ്പോഴും സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലുണ്ട്. പക്ഷെ ഇപ്പൊ രേണുസുധിക്ക് രേണുസുധിയുടേതായ ഒരു ലേബൽ. അങ്ങനെയല്ല പറയുന്നത്, രേണുസുധിന്റെ പ്രൊഫൈൽ പിക്ക് ഇപ്പോഴും സുധിന്റെ ആണല്ലോ. അത് തീർച്ചയായും. അപ്പൊ രേണുവിന് സ്വന്തമായ ഐഡന്റിറ്റിന്റെ രേണുവിന്റെ പ്രൊഫൈൽ വെച്ച് വെച്ചൂടെ? രേണു ആക്ച്വലി ഒരു രേണു സ്വന്തമായി ബിഗ് ബോസ് കൂടെ ഒരു ഐഡന്റിറ്റി രേണു ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളെ പകുതിയോളം ആൾക്കാര് കൊല്ലം സുധീന്റെ ഭാര്യ രേണുസുധി പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? രേണു പറഞ്ഞിട്ടുണ്ടോ കൊല്ലം സുധീന്റെ ഭാര്യ അല്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, രേണു 100% കൊല്ലം സുധീന്റെ ഭാര്യയാണ്. അവര് തമ്മിൽ അത്രയും ഇഷ്ടമായിരുന്നു. ഇപ്പോഴും രേണു സ്വന്തം ഭർത്താവിന് അവര് ഭർത്താവിനെ തള്ളി പറഞ്ഞു എന്നല്ല നമ്മൾ പറയുന്നത്. രേണുസുധി ഇപ്പൊ ശരിക്കും രേണുസുധിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ അതിന് മാറ്റമൊന്നുമില്ല. കൊല്ലം സുധീന്റെ ഭാര്യയാണെന്ന രീതിയിൽ രേണു ഇപ്പോഴും പല ആൾക്കാരെ കൊല്ലം സുധീന്റെ ഭാര്യയല്ലേ, ആ സുധീനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സുധി ഒരു സോഷ്യൽ അല്ല, ഒരു സെലിബ്രിറ്റി അല്ലേ സുധി? അതെ അതെ. അതേപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ശേഷം ഒരു നെഗറ്റീവിലാണ് പുള്ളിക്കാരി പോയതെങ്കിൽ ബിഗ് ബോസിന് ശേഷം ശരിക്കും രേണുസുധിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പുറത്ത് ഷോകൾ വരുന്നത് അതിന്റെ ബേസിലാണ്, രേണുസുധി എന്നുള്ള ഒരാളുടെ പേരിലാണ്. സ്റ്റിൽ അവര് സുധിയുടെ ഭാര്യ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, സെറ്റാണ്. അതന്നെ ഞാനും പറഞ്ഞത്. നമ്മുടെ ഈ പുതിയ ആൽബം അതിനെപ്പറ്റി രൺജിത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മന്ദാരച്ചേലിയുടെ ഞാൻ കുറെ നാളായി ഒരു ഇത്രയും ഇന്റിമേറ്റ് ആയിട്ടൊരു ലവ് സീനൊക്കെ ഉള്ള ഒരു ആൽബം ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇതൊരു വൻ ചർച്ചയാവാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ റിലീസിന് ശേഷം. എന്താണ് ശരിക്കും മന്ദാരച്ചേൽ? മന്ദാരച്ചേൽ എന്ന് പറയുമ്പം നല്ല റൊമാൻറ്റിക് ആണ്. അതായത് റൊമാൻറ്റിക് എന്ന് പറയുമ്പം നമ്മളിപ്പം എന്താ പറയാ, കൈ പിടിക്കാതെ ഹഗ് ചെയ്യാതൊന്നും പൂർണ്ണ റൊമാൻറ്റിക് എവിടെ ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതിപ്പോ സിനിമയിൽ ഇപ്പൊ ആര് ചെയ്യുകയാണെങ്കിലും, ഏതൊരു വലിയ സിനിമാ നടൻ ചെയ്യുകയാണെങ്കിലും സിനിമാ നടി ചെയ്യുകയാണെങ്കിലും ചെയ്യാറുണ്ട്. റൊമാൻറ്റിക് അല്ലേ? അതേപോലത്തെ സംഗതികൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്തു. ഈ ആൽബത്തിന്റെ അകത്ത് അത്രയും വേറെ വ്യത്യാസമൊന്നുമില്ല. സിനിമകൾ ചെയ്യുമ്പോൾ അത് പാടും, ആൽബം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീൽ ചെയ്യുമ്പോൾ പാടില്ല. അങ്ങനെ രണ്ട് തരത്തിൽ ചിന്താഗതി എനിക്കില്ല. അഭിനയം തന്നെ എവിടെയാണെങ്കിലും, റീലാണെങ്കിലും അല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന റീലല്ലേ? തീർച്ചയായും. സിനിമേനേക്കാൾ കൂടുതൽ കാണുന്ന റീലല്ലേ? സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണോ സിനിമയെ കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ റീൽസിൽ കൊടുക്കുന്ന, ആൽബത്തിൽ കൊടുക്കുന്ന, ആ വ്യത്യാസം. അപ്പൊ മന്ദാരച്ചേല ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പൊ രേണുചേച്ചി പറഞ്ഞതുപോലെ ഇതൊരു വിവാദമാവാൻ ചാൻസ് ഉണ്ടെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മൾ കുറെ വിവാദങ്ങൾ കണ്ട ആളല്ലേ, ഒരു വിവാദമാവട്ടെ. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയണം, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ പുതിയ ആൽബത്തിന് ഒരു പുഷ് ആയിക്കോളൂ എന്ന്. അപ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് മനഃപൂർവ്വമാണോ? അങ്ങനൊന്നുമില്ല. ആ പാട്ടിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അതിലൊരുക്കി എന്നല്ലാതെ അത് മനഃപൂർവ്വം ഒന്നല്ല.
ഞാൻ നേരത്തെ പറഞ്ഞ റീല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പറഞ്ഞ് പാട്ട് സെലക്ട് ചെയ്തത്. ഇത് അങ്ങനെയല്ല, പാട്ട് രണ്ട് കൂട്ടരും ആൽബത്തിൽ കേട്ടതിന് ശേഷമാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും മൊത്തത്തിൽ അത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ആൽബം വരുന്നുണ്ട്, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രശ്നങ്ങൾ നോക്കാതല്ലേ. ഓക്കെ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളുടെ ആ വീട്ടിലേക്ക് വന്നിട്ടുള്ള വീഡിയോസിനകത്തും താഴെ കുറച്ച് പേജിന്റെ താഴെ കമന്റുകളുണ്ട്, ഇവരൊന്നായോ വീണ്ടും, ഇവരുടെ വഴക്ക് തീർന്നോ എന്നുള്ള. ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടെ വഴക്കിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ടോ എനിക്കറിയാം. ഞങ്ങളിപ്പോ നല്ല സുഹൃത്തുക്കൾ. ഞങ്ങളതിന് രേണു ബിഗ് ബോസ് വന്ന ശേഷം ഞങ്ങളൊരു മാറ്റം തന്നെ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. റൊമാൻറ്റിക് ഷോർട്ട് ഫിലിം ഒന്നല്ല. അതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഈ ആൽബത്തിൽ ഒന്നിച്ച് ചേരുന്നത്. 50ഓളം ആൾക്കാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അപ്പം ധാരാളം ആൾക്കാർ, ഇപ്പം ഒരാൾ ദിലീപേട്ടന്റെ പവി കെയർടേക്കിൽ നായികയായിട്ട് വന്നിട്ടുണ്ട് കുട്ടി. പിന്നെ 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 ഒരു വൈറലായ രേണുസുധീനെ എൻ്റെ റീൽസിൽ കൂടെ വന്ന് ഞാനാണ് വിളിച്ചത്. രേണു വന്നിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ, അങ്ങനെ ഒരു ആൾക്കാരൊക്കെ നല്ല, ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി എൻ്റെ റീലിൽ കൂടെ വന്ന കുട്ടിയാണ് ശ്രീലക്ഷ്മി. അങ്ങനെ ഇപ്പോഴും കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ എന്താ, എന്നെ സംബന്ധിച്ച് എന്റെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരൊന്നല്ല, എന്റെ കൂടെ നിന്ന റീച്ചുള്ള ഒരാളാണ് ഞാൻ. റീച്ചുള്ള ആളാകുമ്പോൾ കൂടെ നിന്ന് റീച്ച് വന്ന് സ്വാഭാവികമായി അവർക്ക് വളരാനുള്ള ഒരു വഴി ഉണ്ടായിരിക്കും. അങ്ങനെ സിനിമകളിലൊക്കെ രേണു ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇപ്പം. പിന്നെ നേരത്തെ പറഞ്ഞ കുട്ടി പവി കേട്ടേക്കിൽ അഭിനയിച്ചു, എന്റെ ആൽബത്തിൽ എന്റെ കൂടെ നായികയായിട്ട് വന്ന കുട്ടിയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഷോർട്ട് ഫിലിമുകൾ, വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ്. എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നത്, ആ വെബ് സീരീസിൽ കണ്ട കുട്ടി ദാസറിന്റെ കൂടെ റീൽ ചെയ്ത കുട്ടിയല്ലേ? അതെ, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ രേണുസുധിക്ക് ഒരു പുതിയൊരു, തീർച്ചയായും 100%. പിന്നെ ഞാനും രേണുസുധി ഇപ്പൊ 2 ദിവസം മുമ്പ് ആൽബം ചെയ്തിട്ടുള്ളൂ, മന്ദാരച്ചേരി, ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ 2 ദിവസം മുന്നേ. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ നമുക്ക് എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ എന്നെ അങ്ങനെ മറക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. ആരാണെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഇപ്പൊ രേണു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ശ്രീലക്ഷ്മി പറയാറുണ്ട്, ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ റീൽ ചെയ്തിട്ട് വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ആരും എന്നെ ഇട്ടേച്ച് പോയിട്ടില്ല. അത് ഏതൊരാളാണെങ്കിലും 2 വർഷം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ ആ ദാസേട്ടാ എന്താ സുഖം തന്നെയല്ലേ ഓർമ്മ. ആ സൗഹൃദം എപ്പോഴും അവരായിട്ട് എനിക്ക് തുടരാൻ കഴിയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഗവൺമെന്റ് ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് റീൽസുമായിട്ട് ഇങ്ങനെ പോകുമ്പോ ഇടയ്ക്ക് നമ്മൾ കണ്ടിരുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ റീൽ ചിത്രീകരണം തന്നെ പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായി നിന്ന് റീൽസിൽ ഇത്രയും സജീവമായിട്ടിരിക്കുമ്പോ അത് നമ്മുടെ ജോലിയെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു ബാധിക്കും? ജോലി രാവിലെ 10 മുതൽ 5 വരെ കൃത്യമായി നമ്മൾ ചെയ്യുക. ആ ദിവസം നമ്മൾ ലീവ് ആണെങ്കിൽ ലീവ് ലെറ്റർ നേരത്തെ എഴുതി കൊടുക്കുന്ന ദിവസം ഞാൻ ലീവാണ്, എനിക്ക് എലിജിബിൾ ആയ ലീവ് ഞാൻ എടുക്കുന്നു. ഓക്കെ ആണല്ലോ. 10 മുതൽ 5 വരെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ജോലി മാത്രം. ആ സമയത്ത് ഇടവേള, ആ സമയത്ത് ഒരിക്കലും ഒരു റീല് പോസ്റ്റ് ചെയ്യോ, ഒരു പോസ്റ്റ് പോലും, സ്റ്റോറി പോലും ഞാൻ ഇടാറില്ല. എന്നുവെച്ചാൽ അതെന്റെ ജോലി സമയമാണ്. ജോലി 5 മണിക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എനിക്ക് എന്തും ചെയ്യാം. നമ്മൾ അതുവരെ ഷൺമുഖദാസും. പിന്നെ നമ്മളെ പ്രൊഫഷനാണ്, നമ്മൾ കൃത്യമായിട്ട് അവിടെ ജോലി ചെയ്യുക, കൃത്യമായ ലീവ് ലെറ്റർ കൊടുത്തുകൊണ്ട് ലീവ് എടുക്കുക. പിന്നെ ഗവൺമെന്റിൽ എനിക്ക് ഓൾറെഡി പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അതെനിക്ക് കൃത്യമായി പെർമിഷൻ തന്നിട്ടുണ്ട്. അത് വെച്ച് നല്ല കൃത്യമായിട്ട് അവിടെയും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെയും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. 2 കാര്യത്തിൽ നമ്മൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നുണ്ട്. 100%.